നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. വാസ്കോ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ 3 മാസത്തിലൊരിക്കൽ നടക്കുന്ന തന്ത്രിപൂജയും മഹാമൃത്യുഞ്ജയ ഹോമവും മെയ് 11 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് ആരംഭിക്കും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഡോക്ടർ ശ്രീകാന്ത് നാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന ഈ പൂജകൾക്ക് ഭക്തർക്ക് ആത്മീയ ശാന്തിയും ഐശ്വര്യവും നൽകുന്നതിനായി സംഘടിപ്പിക്കപ്പെടുന്നു. മേടമാസത്തിലെ ഈ വിശേഷാൽ പൂജയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ പൂജകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ്. ഇതിനായി ക്ഷേത്രത്തിലെ പൂജാ ബുക്കിംഗ് കൗണ്ടറുമായി ബന്ധപ്പെടണമെന്ന് സംഘാടകർ അറിയിച്ചു. ഭക്തജനങ്ങൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്തി പൂജയിൽ പങ്കെടുത്ത് ദൈവാനുഗ്രഹം നേടാൻ അവസരമൊരുങ്ങുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ക്ഷേത്ര ഓഫീസുമായി നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. മർഗോവിലെ മുതിർന്ന പൗരന്മാർ ആധാർ കാർഡിലെ തെറ്റുകൾ തിരുത്തുന്നതിന് വലിയ പ്രയാസങ്ങൾ നേരിടുന്നതായി റിപ്പോർട്ടുകൾ. ഡേറ്റ എൻട്രി ജീവനക്കാരുടെ പിഴവുകൾ മൂലമുണ്ടായ ചെറിയ തെറ്റുകൾ പോലും തിരുത്താൻ 2800 രൂപയോളം ചിലവ് വരുന്നു. നിയമപരമായ അഫിഡവിറ്റും ഗസറ്റ് വിജ്ഞാപനവും സമർപ്പിക്കണം. 83 വയസ്സുള്ള ഒരു മുതിർന്ന പൗരനെ സഹായിക്കവേ ജെറോൺ കൊലോസോ ഇതിനെ കൊള്ള എന്ന് വിശേഷിപ്പിച്ചു. ആരോഗ്യവും ചലനശേഷിയും പരിമിതമായ മുതിർന്നവർക്ക് ഈ പ്രക്രിയ ബുദ്ധിമുട്ടാണ്. ആധാർ അത്യാവശ്യ സേവനങ്ങൾക്ക് അനിവാര്യമായതിനാൽ പരിഷ്കരണം ആവശ്യമാണെന്ന് പൗരന്മാർ ആവശ്യപ്പെടുന്നു. സർക്കാർ ഇടപെട്ട് പ്രക്രിയ ലളിതവും സുതാര്യവുമാക്കണമെന്നാണ് ആവശ്യം. 2.63 കോടി രൂപയുടെ ക്രിപ്റ്റോ തട്ടിപ്പ് കേസിൽ അഹമ്മദാബാദിൽ നിന്ന് 39-കാരനായ രമേഷ് കുമാർ യാദവിനെ സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തു. ഫെബ്രുവരി 13 മുതൽ മാർച്ച് 19 വരെ വ്യാജ നിക്ഷേപ പദ്ധതി വഴി ഇയാൾ പണം തട്ടിയിരുന്നു. ഇയാൾ ഉയർന്ന ലാഭം വാഗ്ദാനം ചെയ്ത് ക്രിപ്റ്റോ ട്രേഡിംഗ് പരിശീലനം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. മ്യൂൾ ബാങ്ക് അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്ത് യാദവ് 10 ലക്ഷം രൂപ കൈമാറ്റം ചെയ്തു. വിശദമായ സാമ്പത്തിക വിശകലനത്തിന് ശേഷം പോലീസ് ഇയാളെ പിടികൂടി. വലിയ സൈബർ ക്രൈം ശൃംഖലയുടെ ഭാഗമാണ് ഇയാളെന്നാണ് സംശയം. ഗോവയിൽ നടന്ന മോക്ക് ഡ്രില്ലുകൾ അടിയന്തര സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സംസ്ഥാനത്തിന്റെ സന്നദ്ധത തെളിയിച്ചതായി മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പറഞ്ഞു. വിമാനത്താവളത്തിലെ ബോംബ് സ്ഫോടനവും മാൻഡോവി പാലത്തിന്റെ തകർച്ചയും ഉൾപ്പെടെ വിവിധ സാഹചര്യങ്ങൾ ഡ്രില്ലിൽ ഉൾപ്പെട്ടു. ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമായി പൂർത്തിയാക്കിയ സായുധ സേനയെ അദ്ദേഹം അഭിനന്ദിച്ചു. ഈ പോരാട്ടം ഒരു രാഷ്ട്രത്തിനോ മതത്തിനോ എതിരല്ല, ഭീകരയ്ക്ക് എതിരാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഗോവയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ഈ നടപടി സംസ്ഥാനത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. ഗോവ ടാക്സി ആപ്പ് സംസ്ഥാനത്ത് ഗതാഗത മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ചതായി റിപ്പോർട്ടുകൾ. ഗോവ ടാക്സി ആപ്പ് 70,000-ലധികം യാത്രകൾ പൂർത്തിയാക്കി 1000-ലധികം ഡ്രൈവർമാരെ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ ഗതാഗത മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ചു. 2023 ജനുവരി 5 മനോഹർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ടാക്സി കൗണ്ടർ സേവനം ആരംഭിച്ചിരുന്നു. ഒക്ടോബർ 16 മർഗോ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇത് വ്യാപിപ്പിച്ചു. ഓൺലൈൻ ബുക്കിംഗ്, റിയൽ ടൈം ട്രാക്കിംഗ്, സർക്കാർ നിശ്ചിത നിരക്കുകൾ, ഗൂഗിൾ മാപ്സ് ഇൻ്റഗ്രേഷൻ, SOS ഫീച്ചറുകൾ എന്നിവ ആപ്പിന്റെ പ്രത്യേകതകളാണ്. ടൂറിസ്റ്റുകൾക്കും നാട്ടുകാർക്കും സുരക്ഷിതവും സുതാര്യവുമായ യാത്രാനുഭവം ഇത് നൽകുന്നു. ഡ്രൈവർമാർക്ക് വരുമാനവും ഇതുവഴി ലഭിക്കുന്നു. ഗോവയുടെ ടൂറിസം മേഖലയെ ആധുനികവൽക്കരിക്കാനുള്ള സർക്കാർ ശ്രമത്തിന്റെ ഭാഗമാണ് ഈ ആപ്പ്. നോർത്ത് ഗോവ കളക്ടറേറ്റിൽ ബോംബ് ഭീഷണി. നോർത്ത് ഗോവ കളക്ടറേറ്റിൽ ഒരു അജ്ഞാത ഇമെയിൽ വഴി ബോംബ് ഭീഷണി ലഭിച്ചു. അഡീഷണൽ കളക്ടർ മഹാദേവ് അരൗണ്ടക്കേറിന്റെ ഓഫീസിൽ സ്ഫോടക വസ്തു വെച്ചിട്ടുണ്ടെന്നും 3:30 മുൻപ് കെട്ടിടം ഒഴിപ്പിക്കണമെന്നായിരുന്നു സന്ദേശം. സവുക്കു ശങ്കറിന്റെ അന്യായ വിചാരണയും 2G കേസിലെ സദിഖ് ബൽവയുടെ കസ്റ്റഡി മരണവും അനുസ്മരിക്കുന്നതിനാണ് ഈ പ്രവൃത്തിയെന്ന് ഇമെയിൽ അവകാശപ്പെട്ടു. എന്നാൽ പരിശോധനയിൽ ഭീഷണി വ്യാജമാണെന്ന് തെളിഞ്ഞു. കളക്ടർ യശസ്വിനി സാധാരണ രീതിയിൽ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചതായി അറിയിച്ചു. സുരക്ഷാ ഭീഷണികൾക്കിടയിലും ഗോവയിൽ ജാഗ്രത തുടരുകയാണ്. കാന്തോളിമിലെ ജനറൽ സ്റ്റോറിൽ 2 LPG സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചു. കാന്തോളിമിലെ പെറി ജനറൽ സ്റ്റോറിൽ ഷോർട്ട് സർക്യൂട്ട് മൂലം തീപിടുത്തമുണ്ടായി 2 LPG സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചു. ഉടമകളായ ലോറൻസ് പെരേര, എസ്മറാൾഡ പെരേര എന്നിവർക്ക് പൊള്ളലേറ്റു. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായി. ഒരു ഇരുചക്ര വാഹനവും സ്റ്റോറിന്റെ ഭാഗവും തകർന്നു. രാവിലെ 11:30 സംഭവം. നാട്ടുകാർക്ക് തീ നിയന്ത്രിക്കാനായില്ല. 11:52 വിവരം ലഭിച്ച ഫയർഫോഴ്സ് സ്ഥലത്തെത്തി പൊറുവറുമിൽ നിന്ന് അധിക വാഹനങ്ങളെത്തി തീ നിയന്ത്രിച്ചു. പരിക്കേറ്റവർക്ക് ചികിത്സ നൽകി വൈകുന്നേരം ഡിസ്ചാർജ് ചെയ്തു. ഗോവയിൽ വൈദ്യുതി ഉപഭോഗം 10% വർദ്ധിച്ചതിനാൽ താരിഫ് വർധന. വൈദ്യുതി വകുപ്പ് 2025-28 വർഷങ്ങൾ 5.95%, 5.64%, 4.88% എന്നീ നിരക്കിൽ താരിഫ് വർധന നിർദ്ദേശിച്ചു. ജോയിന്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷണർ അംഗീകരിച്ചാൽ ജൂണിൽ ഇത് നടപ്പിലാക്കും.
പീക്ക് സമയങ്ങളിൽ 25 മുതൽ 35% അധിക ഡിമാൻഡ് നേരിടാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 10 രൂപ നിരക്കിൽ വൈദ്യുതി വാങ്ങേണ്ടി വരുന്നുവെന്നും പറഞ്ഞു. എന്നാൽ ഉപഭോക്താക്കൾ വർധന ജനങ്ങളെയും വ്യവസായങ്ങളെയും ബാധിക്കുമെന്ന് ആശങ്കപ്പെടുന്നു. സർക്കാർ വകുപ്പുകളുടെ കുടിശ്ശിക വീണ്ടെടുക്കണമെന്നും വൈദ്യുതി മോഷണം തടയണമെന്നും അവർ ആവശ്യപ്പെട്ടു. എന്നാൽ കുടിശ്ശികയും താരിഫ് വർധനയും തമ്മിൽ ബന്ധമില്ലെന്ന് വകുപ്പ് വ്യക്തമാക്കി. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവിൻ വിശേഷത്തിന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.